എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ആഴ്ചത്തെ ക്ലാസ് കുറച്ച് ലേറ്റായി പോയി. ഞാൻ കുറച്ച് യാത്രകളും കുറച്ച് പരിപാടിയുടെ തിരക്കിൽപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വന്ന ആകെ കോൾഡും പനിയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. എന്നാലും ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടിയത് ധാട്ടവരിസകളാണ്. ജമ്പിങ് നോട്ട്സ് പറഞ്ഞു. ഇടയ്ക്ക് 1-2 സ്വരങ്ങളെ നമ്മൾ ഒഴിവാക്കി സമ റിപ ഗധ അങ്ങനെ ഒമിറ്റ് ചെയ്ത് പോകുന്ന ഒരു ശൈലിയാണത് ധാട്ടുവരിസകൾ. അതിൽ ഒന്നാമത്തെ ധാട്ടുവരിസകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത്. ഏതായിരുന്നു? സമ ഗരി സരി ഗമ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി പ സ നി ധ പ ധ നി സ സ പ ധ നി സ നി ധ പ നി മ പ ധ നി ധ പ മ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ മ പ മ ഗ രി മ സ രി ഗ മ ഗ രി സ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയ ധാട്ടവരിസകൾ. അത് 1-ാം കാലത്തിലാണ് നമ്മൾ ധാട്ടവരിസകൾ പാടിയതും എഴുതിയതും പാടിയതും. ഒരടിക്ക് ഒരു സ്വരം വീതം. സ മ ഗ രി സ രി ഗ മ അങ്ങനെയാണ് നമ്മൾ 1-ാം കാലം പാടിയത്. 2-ാം കാലം വരുമ്പോൾ സ മ ഗ രി സ രി ഗ മ രി പ മ ഗ രി ഗ മ പ. 2-ാം കാലം ഒരടിക്ക് 2 സ്വരം. 3-ാം കാലം ഒരടിക്ക് 4 സ്വരം. സ മ ഗ രി സ രി ഗ മ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി. 3-ാം കാലം. അപ്പൊ ഈ 1-ാം കാലം പാടി അതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ പാടി, പിന്നെ 2-ാം കാലം താളപിടിച്ച് പാടി സ്വരസ്ഥാനങ്ങളൊക്കെ ശരിയാക്കി അതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ പാടി. പിന്നെ നമ്മൾ 3-ാം കാലം താളമടിച്ച് സ്വരം പാടി കറക്റ്റ് ചെയ്തു. അതിൻ്റെ സമ ഗ രി സ രി ഗ മ ഗ രി പ മ ഗ രി ഗ മ പ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി പഠിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഇത് കൃത്യമായി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കൃത്യമായ ഒരു പ്രോപ്പർ സിലബസിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. നമ്മളൊക്കെ സംഗീത കോളേജിൽ കൃത്യമായ ഒരു പാറ്റേൺ സംഗീതം പ്രധാന വിഷയമായി എടുത്ത് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടാവും. നമ്മൾ പ്രൈവറ്റായിട്ടും പുറത്തും നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പല അധ്യാപകരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ സംഗീത കോളേജിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു കൃത്യമായൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ അത് വേണമെങ്കിൽ അത് കൃത്യമായി അത് ഫോളോ ചെയ്ത് നോട്ട് എഴുതി അതേ കൃത്യമായ ഓർഡർ തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതെല്ലാ കാലത്തും അതൊരു ഗുണകരമായൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു. ഇതിന് കൃത്യമായൊരു സിലബസ് ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെ നമ്മൾ ഇത് പഠിക്കണം. അപ്പോഴേ അതിൻ്റെ കൃത്യമായുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ധാട്ടവരിസകൾ സെക്കൻഡ് 2. അപ്പോൾ നമ്മൾ ഒന്നാമത് സമഗരി പാടി. 2ാമത് പാടാൻ പോകുന്നത് സ ഗ രി ഗ സ രി ഗ മ രി മ ഗ മ
സഗരിഗ, ഇടയിൽ നമ്മൾ ഒരു സ്വരം വിടും. സഗ സരിഗ രി വിട്ടു. രേമ രേഗ രേഗമ ഗ വിട്ടു. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇടയ്ക്ക് ഓരോ സ്വരങ്ങൾ വിട്ട് വിട്ട് നമ്മൾ ഓരോ സ്വരങ്ങളെ ഒഴിവാക്കി പാടുന്ന മെത്തേഡാണ് രണ്ടാമത്തെ താട്ട് വരിസകൾ. അപ്പോൾ അത് നമ്മൾ ഒന്നാം കാലത്തിൽ തന്നെയാണ് നമ്മൾ നോട്ട് എഴുതേണ്ടത്, പാടേണ്ടതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ വരിസകൾ പാടിയ പോലെ തന്നെ. കാരണം ഇത് രണ്ടും ചെറിയ വരിസകളാണ്, ചെറിയ നോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്നാം കാലത്തിൽ തന്നെ നമ്മൾ 1, 2, 3 കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് പറയാം. ആദ്യം 2 വര വരയ്ക്കണം, പിന്നെ 4 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കണം, വീണ്ടും 4 സ്വരം കഴിഞ്ഞാൽ 2 വര വരയ്ക്കണം. അപ്പോൾ ഒരു ലൈനിൽ 8 സ്വരം വരും. 2 വര 1 വര 2 വര. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ 8 സ്വരങ്ങൾ വരണം. അതാണ് ഒന്നാം കാലത്തിൽ നമ്മൾ നോട്ട് എഴുതുന്ന മെത്തേഡ്. അപ്പോൾ ആ നോട്ടൊന്ന് പറയാം. സ ഗ രി ഗ സ രി ഗ മ. ഒന്നാമത്തെ ലൈൻ. രണ്ടാമത്തത് രേ മ ഗ മ രേ ഗ മ പ. അടുത്തത് ഗ പ മ പ ഗ മ പ ധ. അടുത്ത ലൈൻ മ ധ പ ധ മ പ ധ നി. അടുത്ത ലൈൻ പ നി ധ നി പ ധ നി സ. നമ്മൾ മുകളിലെത്തി, മുകളിലത്തെ സായിലേക്ക് എത്തി. ഇനി അവിടുന്ന് അവരോഹണം. ഇപ്പം നമ്മൾ പാടിയത് ആരോഹണത്തിലായിരുന്നു. അപ്പം നമ്മൾ താഴത്തെ സായിന്ന് പാടി മുകളിലത്തെ സാവരെത്തി. ഇനി മുകളിലത്തെ സായിന്ന് നമ്മൾ പാടി നേരെ താഴത്തെ സായിലേക്ക് വരിക. അവരോഹണം. സ ധ നി ധ സ നി ധ പ നി പ ധ പ നി ധ പ മ ധ മ പ മ ധ പ മ ഗ പ ഗ മ ഗ പ മ ഗ രി മ രി ഗ രി മ ഗ രി സ. സഗരിഗ സരിഗമ റിമ ഗമ റിഗമപ ഗപ്പ മപ്പ ഗമ പധ മധ പധ മപദനി പനി ധനി പദനിസ. സധനിധ സനിധപ നി പദപ നിധപമ ദമപമ ദപമഗ പഗമഗ പമഗരി മസരിസ മരിഗരി മകരിസ. അതാണ് ദട്ടവരിസകൾ രണ്ടാമത്തേത്. അപ്പം അതൊന്നുകൂടെ ഒന്ന് പാടിയിട്ട് അതിൻ്റെ ഒന്നാം കാലം കാണിച്ചു തരാം. നോക്കിക്കോളൂ. സ ഗ രി ഗ സ രി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ധ മ ധ പ ധ മ പ ധ നി പ നി ധ നി പ ധ നി സ. സ ധ നി ധ സ നി ധ പ നി പ ധ പ നി ധ പ മ ധ മ പ മ ധ മ പ മ ധ പ മ ഗ
pa ga ma ga pa ma ga re ma re ga re ma re ga re ma ga re sa. ഒന്ന് പാടാം. sa ga re ga sa re ga ma re ma ga ma re ga ma pa. അങ്ങനെ ഓരോ സ്വരമായിട്ട് നിങ്ങളത് ഒന്നാം കാലം ആദ്യം ആ സ്വരസ്ഥാനങ്ങൾ നല്ലപോലെ പഠിക്കുക. അതിനുശേഷം ഒരടിക്ക് ഒരു സ്വരം വീതം ഒന്നാം കാലം പാടുക. അത് പാടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ ഗ രി ഗ സ രി ഗ മ രി മ ഗ മ രി ഗ മ പ. രണ്ടാം കാലം സ ഗ രി ഗ സ രി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ദ മ ധ പ ദ മ പ ദ നി. മൂന്നാം കാലം. അപ്പം ഒന്നാം കാലം ആദ്യം പാടി നല്ലതുപോലെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാം കാലത്തിലേക്ക് വരിക, താളമടിച്ച് പാടി കറക്റ്റ് ചെയ്യുക. പിന്നെ മൂന്നാം കാലത്തിലേക്ക് വരിക, അത് താളമടിച്ച് പാടി കറക്റ്റ് ചെയ്യുക. അത്രയും കറക്റ്റായതിനു ശേഷം മാത്രം അകാരത്തിലേക്ക് പോവുക. ഒന്നാം കാലം അകാരം. പിന്നെ സ ഗ രി ഗ സ രി ഗ മ രണ്ടാം കാലം. മൂന്നാം കാലം സ ഗ രി ഗ സ രി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ദ. അകാരം നാലാം കാലം നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ട. ആദ്യത്തെ 3 കാലങ്ങൾ പാടിക്കഴിഞ്ഞവരെ അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ കഴിഞ്ഞ് പാടിയാൽ മതി. 1, 2, 3 കാലങ്ങൾ നിങ്ങൾ താളം നല്ലതുപോലെ അടിച്ച് സ്വരസ്ഥാനങ്ങൾ കൃത്യമാക്കിയതിന് ശേഷം ഈ 3 കാലങ്ങൾ നിങ്ങൾ അകാര ഇകാര മകാരങ്ങൾ 3 എണ്ണമെങ്കിലും നിങ്ങൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം. കാരണം സ്വരങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പം നമ്മളതിൻ്റെ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ സ്വരങ്ങൾ പാടി പ്രാക്ടീസ്. പക്ഷേ നമുക്ക് ത്രോട്ടിന് നമ്മുടെ അതൊക്കെ നമുക്ക് ത്രോട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ ത്രോട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ത്രോട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അകാര ഇകാര ഉകാര യകാര മകാര ഒകാര സാധകങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി. അത് നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു വരിശ പാടിയാൽ മതി. സപ്തസ്വരം ആണെങ്കിലും മതി. 4 കാലം കൃത്യമായിട്ട് ആദ്യ അകാരങ്ങളും എല്ലാം ഒരു 4 പ്രാവശ്യം വീതമെങ്കിലും പാടുക. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം എല്ലാം ആദ്യം ഒരു 4-5 തവണ വീതം ഇങ്ങനെ അകാര ഇകാരം അകാരങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റ് ആവും. എല്ലാം കൂടെ ഒരു ദിവസം പാടണമെന്നില്ല. ബാക്കി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പാടിയാൽ മതി. സരളി വരിശകൾ ആദ്യത്തെ 6 എണ്ണം എടുക്കുക. അത് നല്ല വൃത്തിയായിട്ട് അകാരേകാരം അകാരങ്ങൾ 1, 2, 3 കാലങ്ങൾ പാടുക, നിർത്തുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി പാടുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പാടിപ്പോവുക. എല്ലാം കൂടെ ഒരു ദിവസം പാടിപ്പോവാൻ നിൽക്കേണ്ട, അപ്പോൾ വൃത്തിയാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും 1-ാമത്തെ ധാട്ട് വരിശയും 2-ാമത്തെ ധാട്ട് വരിശയും നേരത്തെ പഠിച്ച വരിശകളും എല്ലാം നിങ്ങൾ പഠിക്കുന്നുള്ളവർ ഇത് ഫോളോ ചെയ്ത് പഠിക്കണം എന്നുള്ളവർ കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. അല്ലാത്തവർ ഇത് ജസ്റ്റ് കേൾക്കുന്നവർ അങ്ങനെ കേട്ടോളുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെയാണ്. നമ്മളൊരു കാര്യം ചെയ്യണം, അത് നിങ്ങളുടെ കാര്യങ്ങളാണ്. നിങ്ങൾക്കത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യണോ അതോ ജസ്റ്റ് കേട്ടിങ്ങനെ വിട്ടാൽ മതി, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം അത് ചെയ്യുന്നവർ കൃത്യമായി ചെയ്യണമെന്നാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഈ 2 വരിശകൾ, കാരണം ധാട്ട് വരിശകൾ കുറച്ച് ടഫാണ്. കാരണം ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുന്നതുകൊണ്ട്. കാരണം സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി പ ദ നി സ എന്നിങ്ങനെ ഓർഡറായിട്ട് വരികയാണെങ്കിൽ സരി ഗ മ പ രി ഗ മ പ ദ ഗ മ പ ദ നി, ഇതിങ്ങനെ ഓർഡറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പാടാൻ വലിയ പണിയില്ല. കാരണം ഒരു ഓർഡർ ഉണ്ട് നമുക്ക്. സരി ഗ മ രി ഗ മ പ
ഗമപദ മാമപദനി, അങ്ങനെ ഓരോ ഒരു ഓർഡർ കിട്ടും നമുക്ക്. പക്ഷെ ഇതങ്ങനെയുണ്ട്. സഗ റിമ ഗപ മനി പസ സഗരിഗ റിപ്പമപ. ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് സ്വരസ്ഥാനങ്ങൾ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുണമുള്ളതും ഉള്ള ഒരു വരിസയാണ് ഈ ധാട്ട് വരിസകൾ. ആ കാര്യങ്ങളൊക്കെ പാടാൻ നോക്കി ത്രോട്ടൊക്കെ നല്ല വൃത്തിയാവാനും സംഗതികളൊക്കെ കൂടുതൽ പെർഫെക്ഷനോടുകൂടി വരാനും ഒക്കെ നിങ്ങൾക്ക് ഈ ധാട്ട് വരിസകൾ ഒരുപാട് ഉപകാരം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ സീരിയസ്നെസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസൊക്കെ എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അതുകൂടാതെ ഈ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും ചിലപ്പോൾ ഇത് വേണമെങ്കിൽ കാണുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യാം. അപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ലിങ്ക് നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് കാണുന്നവരാണെങ്കിൽ അത് നല്ലപോലെ ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിരിക്കൂ. ബാക്കി നമുക്ക് ഇതിൻ്റെ അടുത്ത വരിസ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.